കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 59ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? പ്രശസ്തിയിൽ അഭിരമിക്കുകയും ലോക സന്തോഷങ്ങളിലും വിജയങ്ങളിലും ഉയർത്തി കാണിക്കപ്പെടുകയും ചെയ്യുന്ന ധനവാന്മാരോടും പ്രമുഖ വ്യക്തികളോടും രാഷ്ട്രീയക്കാരോടും ഗായകരോടും നടീനടന്മാരോടുമൊക്കെ അസൂയയോ ആരാധനയോ തോന്നരുത്. അവരിൽ എത്രയോ പേർ നിത്യതയിൽ പീഡിപ്പിക്കപ്പെടാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ എന്നിൽ നിന്നും മുഖം തിരിച്ചവരാണ്. തങ്ങളുടെ ആത്മാക്കളെ തന്നെ വഞ്ചിച്ചതിനാൽ നഗ്നരും വിലകെട്ടവരുമായി മാറിയവർ. എന്തെന്നാൽ അവർക്ക് ദൈവത്തോടോ തങ്ങളുടെ സഹോദരരോടോ കരുണയില്ല. കാരണം അവരുടെ ജീവിതം തന്നെ അവരുടെ ആഗ്രഹപൂർത്തീകരണങ്ങൾക്കു വേണ്ടിയുള്ള പാച്ചിലായിരുന്നു. ഞാൻ ഉറപ്പായും പറയുന്നു, അവർക്ക് നിത്യതയിൽ ലഭിക്കുന്നത് മരവിപ്പും പല്ലുകടിയുമായിരിക്കും. അവർക്ക് വിശക്കും. ആ വിശപ്പ് അവരെ എന്നേക്കും പീഡിപ്പിക്കുകയും ചെയ്യും. അവർക്കൊരിക്കലും സന്തോഷമുണ്ടാകില്ല. അവർ ഒരിക്കലും സ്നേഹിക്കപ്പെടുകയുമില്ല. പിന്നെയോ വെറുപ്പും പിശാചിന്റെ പീഡനങ്ങളുമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാ എൻ്റെ വാക്ക് സത്യമായി ഭവിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് അതുകൊണ്ട് എന്തു പ്രയോജനം?